പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസന അൾത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ പ്രത്യക്ഷീകരണത്തിന്റെ യോഗ്യതയാൽ അൾത്താരയിൽ നടന്ന 10,000 ആരാധന ശക്തിയാൽ ദൈവവേദനെ നിന്നെയും നിന്റെ കുടുംബത്തെയും ഈശോ നാമത്തെ ആശ്രയിക്കും. ഇന്ന് നിന്റെ ജീവിതം അഭിമുഖീകരിക്കുന്ന എല്ലാ വിഷയങ്ങളും, നീ കണ്ടുമുട്ടുന്ന വ്യക്തികൾ, നീ ഭയക്കുന്ന വിഷയങ്ങൾ, ഇന്റർവ്യൂകൾ, ടെസ്റ്റുകൾ, യാത്ര ചെയ്തെത്തുന്ന ഇടങ്ങൾ, നിന്റെ ജോലിപ്പാടുകൾ, ശുശ്രൂഷ ഇടങ്ങൾ കർത്താവിന്റെ നാമത്തെ അനുഗ്രഹിക്കപ്പെടട്ടെ. സഞ്ചാരി മാതാവ്, സമയത്തിന്റെ അധികാരി, നിന്റെ ഉടമ്പടി വഴികളിലൂടെ നിന്നെ വേർപിരിയാതെ നിനക്ക് വേണ്ടി വാദിച്ചും നിന്നെ സപ്പോർട്ട് ചെയ്തും നിനക്ക് വേണ്ടി നീ ചെയ്യാനുള്ള ജോലി ഏറ്റെടുത്തും എന്നെ സന്ധിക്കട്ടെ. ദൈവവേദന പിതാപുത്രനും പരിശുദ്ധാത്മാശ്രയിക്കുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇപ്പം നമ്മൾ ഇന്നലെയൊക്കെ കണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇവൻ ആരാണ്? കാറ്റും കടലും പോലും ഇവനെ അനുസരിക്കുന്നല്ലോ. അനുഭവത്തിലൂടെ കർത്താവ് ആരാണെന്ന് നമ്മൾ കണ്ടെത്താൻ ദൈവം നൽകുന്ന അവസരങ്ങളാണ് ജീവിതത്തിൻ്റെ കാലാവസ്ഥ ഭേദങ്ങളെന്നുള്ളത് നമ്മൾ ഇന്നലെ കണ്ടു. ഇന്ന് പറയണത് സമൂഹത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാട് എപ്പോഴും നിനക്ക് ക്രിസ്തുവിനെ കുറിച്ച് ഉണ്ടാകണം. സമൂഹത്തിന് ക്രിസ്തുവിനെ കുറിച്ച്, നിങ്ങളുടെ വീട്ടിൽ 5 ക്രിസ്ത്യാനികളുണ്ട്. നീയും അപ്പനും ഭാര്യയും ഭർത്താവും മക്കളും എല്ലാം കൂടി 5 ക്രിസ്ത്യാനിയുണ്ട്. പക്ഷെ 5 ക്രിസ്ത്യാനിയും 5 ക്രിസ്തുവിനെയാണ് അറിയണത്. 5 ക്രിസ്തുവിനെ അതിന് ഏറ്റവും മോസ്റ്റ് ഷാർപ്പ് ആൻഡ് പെർഫെക്റ്റ് ആയിട്ടുള്ള അറിവിലേക്ക് നമ്മൾ ഓരോരോ രീതികളിൽ വളർന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് മറ്റുള്ളവർ ക്രിസ്തുവിനെ കുറിച്ച് എന്തറിയുന്നു എന്നുള്ളത് നമ്മൾക്ക് ക്രിസ്തുവിനെ കുറിച്ച് എന്തറിയണമെന്നുള്ളതിൻ്റെ ഒരു ദൂരമാണ്. അത് ഈശോ ചോദിക്കുന്നുണ്ട്, ഞാൻ ആരാണെന്നാണ് മറ്റുള്ള ആൾക്കാരൊക്കെ പറയണത്.
മത്തായി 16:13. യേശു കേസറിയ ഫിലിപ്പി പ്രദേശത്തെത്തിയപ്പോൾ ശിഷ്യന്മാരോട് ചോദിച്ചു, മനുഷ്യപുത്രൻ ആരെന്നാണ് ജനങ്ങൾ പറയുന്നത്? മനുഷ്യപുത്രൻ ആരെന്നാണ് ജനങ്ങൾ പറയുന്നത്? ജനങ്ങൾ ഇപ്പൊ എന്തെല്ലാം ഇപ്പൊ കർത്താവ് ഒരു പ്രവാചകനാണ് എന്ന് പറയും. അങ്ങനെ പല മനുഷ്യരും പല കാര്യങ്ങളും യേശുവിനെ കുറിച്ച് പറയും. അതൊന്നും നമ്മൾ ബാധിക്കുന്ന വിഷയങ്ങളെ അല്ല. ഇപ്പൊ ഞാൻ ആരാണെന്നാണ് ജനങ്ങൾ പറയണമെന്ന് പറയുമ്പോൾ ആ ജനങ്ങൾ പറയുന്ന ക്രിസ്തു എന്തല്ല എന്നാണ് ജനങ്ങൾ പറയുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ക്രിസ്തു എന്താണെന്ന് ജനങ്ങൾ പറയുന്നൊന്നുമല്ല, ക്രിസ്തു എന്തല്ല എന്നാണ് ജനങ്ങൾ പറയുന്നത്. ആ കാര്യം നാളെ നിന്റെ നേരെ ചോദ്യം വരും. എന്താണ്? ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത്. അത് ഇന്നല്ലെങ്കിൽ നാളെ വെടിപ്പും മെനയുമായിട്ട് ഉത്തരം കൊടുക്കാൻ നമ്മൾക്ക് തയ്യാറായിരിക്കണം. നമ്മൾ എപ്പോഴും നമ്മൾ ഓർക്കേണ്ട വിഷയം എന്ന് വെച്ചാൽ ക്രിസ്തുവിൻ്റെ ഒപ്പം. ഇപ്പം ഞാൻ നിങ്ങൾക്കറിയാമല്ലോ, ഞാനൊരു മരിയൻ ശുശ്രൂഷകനാണ്. പക്ഷെ എൻ്റെ ടോക്കെല്ലാം നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഞാൻ ആരെക്കുറിച്ചാണ് പറയുന്നത്? ക്രിസ്തുവിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ എനിക്ക് മരിയൻ എന്താ? ക്രിസ്തുവിലേക്കുള്ളൊരു വാതിലാണ്. എനിക്ക് അമ്മയെ ഭയങ്കര ഇഷ്ടമാണ്. വളരെ ഞാനും അമ്മയായിട്ട് നല്ല പേഴ്സണൽ ബന്ധമുണ്ടെന്ന് ഞാൻ കരുതുന്നത്. അല്ല 2 പ്രാവശ്യം അമ്മ പ്രത്യക്ഷപ്പെടുത്തിയില്ല. ഏറ്റവും വലിയ ഇമോഷണലായിട്ട് എന്നെ എടുത്തു മറിച്ച് കളഞ്ഞത് ഈജിപ്തിൽ വെച്ച് അമ്മ എനിക്ക് പ്രത്യക്ഷപ്പെട്ടതാണ്. ഞാൻ എൻ്റെ പുസ്തകം എഴുതിയിട്ടുണ്ട്. അതിപ്പോൾ പറയേണ്ട കാര്യമില്ല, പറയേണ്ട സമയത്ത് വീണ്ടും പറയും. ഇപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ഇമോഷണലായിട്ടൊരു അറ്റാച്ച്മെൻറ്റ് അമ്മയോട്ടുണ്ട്. എങ്കിലും ഞാൻ സംസാരിക്കുന്ന ആരെക്കുറിച്ചാണ്? ക്രിസ്തുവിനെ കുറിച്ചാണ്. എന്തിനാണ് ഞാൻ അമ്മയെ ഇത്ര ഇഷ്ടപ്പെടുന്നത്? ക്രിസ്തുവിനെ കൊടുക്കാൻ ദൈവം സെലക്ട് ചെയ്ത ആളാണ് അമ്മ. അമ്മ വയറ്റിലിട്ട് ക്രിസ്തുവിനെ വളർത്തിയ 10 മാസം ഉണ്ടല്ല, ഒരു വല്ലാത്ത ധ്യാനത്തിൻ്റെ ഒരു മാസമാണത്, 10 മാസം. എന്നിട്ട് അമ്മ പ്രസവിച്ച് ലോകത്തിന് വളർത്തിക്കൊടുത്തില്ലേ. ഇനി നമ്മുടെ എല്ലാ പഠനങ്ങളും എല്ലാവിധ അനുഭവങ്ങളും, പഠനങ്ങൾ മാത്രമല്ല അനുഭവങ്ങളും എല്ലാം എന്തിനാണ്? ക്രിസ്തുവിൻ്റെ ആത്യന്തികമായ അറിവിലേക്ക് നമ്മളെ കൊണ്ടുവരുന്നതായിരിക്കണം. കാര്യം ഒരു വ്യക്തിക്ക്, ഞാൻ പറഞ്ഞില്ലേ, ദൈവം നമ്മളോട് ഇൻടാക്ട് ചെയ്യണത് ആദ്യം അനുഗ്രഹം തരും. അപ്പോൾ നമ്മൾ ABCD ക്രിസ്ത്യാനി ആണെങ്കിൽ അനുഗ്രഹങ്ങളൊക്കെ തന്ന് അങ്ങനെ നമ്മൾ കുറച്ചുമ്പോൾ മരിച്ചു പോകും. ചില ആൾക്കാർക്ക് അഭിഷേകം കിട്ടും. അതായത് അവർക്ക് ഇഷ്ടമായ ദൈവത്തെ സ്നേഹിച്ച് ദൈവത്തിന് വേണ്ടി ജീവിക്കണം. അപ്പം തങ്ങളുടെ വയറിനും കുടുംബത്തിനും വേണ്ടി ജോലിക്കും മാത്രം ദൈവത്തെ ആശ്രയിക്കുന്നവർക്ക് അനുഗ്രഹം കൊടുത്ത് അനുഗ്രഹത്തിൽ അവർ മരിച്ചു പോകും. അനുഗ്രഹത്തിൽ അവർ 90 വയസ്സൊക്കെ ജീവിച്ച് മരിച്ചു പോകും. സെക്കൻഡ് സെക്ഷൻ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അനുഗ്രഹത്തിൻ്റെ അപ്പുറത്തെ സ്ഥലം അഭിഷേകം ഉള്ളവർ ക്രിസ്തുവിനെ കൊടുക്കാൻ നോക്കും മറ്റുള്ളവർക്ക്. ആ അഭിഷേകമുള്ളവർക്ക് എന്ന് പറയുമ്പോൾ അഭിഷേകമുള്ളവർക്ക് എപ്പോഴും കിട്ടുന്നത് കാര്യം ക്രിസ്തുവിൻ്റെ ഒരു ഭാഗം മുഴുവൻ ത്യാഗമാണ്, മുറിവിൻ ഒടിയുവാണ്. നമുക്ക് ഉയർത്തുന്നേരെ ക്രിസ്തുവിനെ കിട്ടുന്നതിന് മുമ്പ് പാഷൻ ക്രിസ്തുവാണ് നമുക്ക് കിട്ടുന്നത്. ഇത് 50-50 ആണ് ശരിക്കും. അതിൻ്റെ വിഷയം എന്ന് പറയുന്നത് നമ്മുടെ സത്യകേട് കാണിക്കരുത്. അപ്പോൾ ചില ആൾക്കാരെ കാനഡയിൽ പോകാൻ മാത്രം കിട്ടണ കല്യാണം. അപ്പോൾ കാനഡയിൽ പോകാൻ PR കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഉടനെ ഡൈവേഴ്സ് ചെയ്യും. അപ്പോൾ ഇയാൾ ആരുടെ കല്യാണം, കാനഡയിലാണ് കല്യാണം കഴിച്ചത്, അതാ PR ആണ് കല്യാണം കഴിച്ചത്. എന്നിട്ട് ദൈവത്തിൻ്റെ മുമ്പിൽ വന്ന് സർക്കാരുടെ മുമ്പിൽ വന്നുകൊണ്ട് സുഖത്തിലും ദുഃഖത്തിലും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ വിവരക്കേട് വിളിച്ച് പറയുകയും ചെയ്യും. അപ്പോൾ ഇതൊക്കെ ഇനി ഒറ്റടക്ക് പോകത്തില്ല, ഇതിനെല്ലാം തിരിച്ചു വരും. നിങ്ങളെ എപ്പോഴും ശ്രദ്ധിക്കണം കേട്ടാ, ഒന്നുറങ്ങി നേരം വിളിക്കത്തില്ല. ഇതെല്ലാം നിങ്ങളുടെ ഒരു കാലമാകുമ്പോൾ ദൈവത്തിന് നിരക്കാത്ത പണിയാണ് കാണിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ പൊന്നു മക്കളെ തിരിച്ചു വരും. ഒരു മാർഗ്ഗമില്ല കാര്യത്തിൽ. ഇതൊക്കെ ചെറുപ്പത്തിൽ തിളപ്പുകൊണ്ട് ബുദ്ധിയും ബോധം ഇല്ലാത്തതുകൊണ്ട് ഇപ്പം കാണിച്ചുകൊണ്ട് ദൈവത്തിനെ കണ്ടി പൊടിയിടുന്ന പരിപാടികളാണ്. ഈ അഭ്യാസങ്ങൾ നിർത്തിക്കൊണ്ട് തിരിച്ചു വരേണ്ടി വരും. കാര്യം ഞാനിതൊക്കെ പറയുമ്പോൾ ഞാൻ പറയണമല്ലോ, ഇത് 21 ലക്ഷം മനുഷ്യരല്ലേ ഇത്രയും നാൾ അവരുടെ സങ്കടങ്ങൾ കേട്ടിരിക്കുന്നത്. അതിനകത്ത് സ്ത്രീകളുമുണ്ട് പുരുഷന്മാരുമുണ്ട്. അപ്പോൾ എനിക്ക് ദേഷ്യമൊക്കെ ഉണ്ടാവും. കേട്ട് വരുമ്പോഴേ ഓരോ മനുഷ്യൻ്റെ ജന്മം ഇങ്ങനെ നിരർത്ഥകമായിട്ട് പൊരിച്ച് കാണുമ്പോഴേ നമുക്ക് വിഷമം വരും ശരിക്കും. അപ്പം അതാണ് എൻ്റെ വാക്കിലൂടെയൊക്കെ ഇടയ്ക്ക് നിങ്ങൾ കേൾക്കണത്. അപ്പം എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഈ അനുഭവത്തിലൂടെ എല്ലാം നമ്മൾ പല മനുഷ്യരും പല കാര്യങ്ങളും പറയുന്നുണ്ട്. ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞാലും നമ്മളുടെ ഒരു
സഭ കൈമാറി തന്ന ക്രിസ്തു അനുഭവം. ഈ അനുഭവത്തിലേക്ക് പോകുന്നവർ ഇതിനെ എല്ലാം എടുക്കേണ്ടത് ഓൾ റോഡ്സ് റോം എന്ന് പറഞ്ഞ പോലെ ഓൾ റോഡ്സ് ക്രൈസ്റ്റ്, എല്ലാ വഴികളും ക്രിസ്തുവിലേക്ക്. അപ്പം അങ്ങനെ ഒരു നിലപാടെടുത്ത് ദൈവത്തിന് നിലപാട് സത്യസന്ധമായിട്ട് തോന്നിയാൽ ദൈവം നിന്നെ ഏറ്റെടുക്കും. അവിടെ വെച്ചാണ് ഈ അഭിഷേകം കിട്ടുന്നത്. ഞാൻ പറഞ്ഞില്ലേ, പാഷൻ ഓഫ് ക്രൈസ്റ്റ് ആണ് നമ്മൾ ജീവിക്കണത്. ഇപ്പോൾ ഒരു ഭാര്യ ഇട്ടച്ചും പോയാൽ അവൻ്റെ പാഷൻ അവൻ്റെ പാഷനായി, സങ്കടമായി, വേഗം കണ്ട കാലമായി. ഭർത്താവ് ഇട്ടച്ചും പോയാൽ വേഗം കണ്ട കാലമായി. അപ്പോൾ നമ്മൾക്ക് എക്സോർവായി നമ്മൾക്ക് പാഷൻ ഓഫ് ക്രൈസ്റ്റ് ഉണ്ട് ജീവിതത്തിൽ. ചിലപ്പോൾ ഇന്നലെ ഞാനൊരു പെൺകൊച്ചിനെ കണ്ട്, അവൾ 16 പ്രാവശ്യം മൊഡ്യൂളെടുത്ത്, ജർമ്മൻ 2 മൊഡ്യൂൾ ഇപ്പോഴും കിട്ടിയിട്ടില്ല. അവൾ എന്നെ കണ്ണടപ്പോൾ തന്നെ കുഞ്ഞിന് എല്ലാവർക്കും നിലവിളിക്കുക. പാഷനാണ്. നിങ്ങളതിൽ നിന്നൊക്കെ കരകയറി വരും. പക്ഷെ ആ പാഷൻ്റെ സമയത്ത് കർത്താവിൻ്റെ പീഡാസഹനം എന്നിലൂടെ പൂർത്തിയാകുന്നു. യേശുക്രിസ്തുവിൻ്റെ പീഡാനുഭവങ്ങൾ എന്ന പോരായ്മ എന്ന വാക്കുണ്ട്. അടിപൊളിയാണത്. കൊളോസ്യസ് 1:24 നിങ്ങളെ പ്രതിയുള്ള പീഡകളിൽ ഞാൻ സന്തോഷിക്കുന്നു. സഭയാകുന്ന തന്റെ ശരീരത്തെ പ്രതി ക്രിസ്തുവിന് സഹിക്കേണ്ടി വന്ന പീഡകളുടെ കുറവ് എന്റെ ശരീരത്തിൽ ഞാൻ നികത്തുന്നു. ബൈബിളിലെ ഏറ്റവും ടോപ്പ് വെളിപാടുകളിൽ ഒന്നാണിത്. ഇത് ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ പാഷൻ ഓഫ് ക്രൈസ്റ്റ് നമ്മളിലുണ്ട്. അതിൻ്റെ ഷെയർ നമുക്ക് കിട്ടും. അപ്പോൾ നമ്മളുടെ കഷ്ടനഷ്ടങ്ങളിലൂടെയാണ് അത് നമുക്ക് ഫീൽ ചെയ്യണത്. അതിനെ എന്താ പറയണത്? സഭയാകുന്ന ശരീരത്തെ പ്രതി ക്രിസ്തുവിന് സഹിക്കേണ്ടി വന്ന പീഡകളുടെ കുറവ് അപ്പം ഞാൻ ക്രിസ്തുവിനോട് സഹിക്കാണ് ശരിക്കും പറയണത്. അപ്പം ഈ ക്രിസ്തുവിനോട് സഹിക്കുന്നവരെന്താ ചെയ്യണത്? ക്രിസ്തുവിനോട് കൂടെ നേടുമെന്നുണ്ട്. 2 തിമോത്തി 2:12 നാം ഉറച്ചു നിൽക്കുമെങ്കിൽ അവനോട് കൂടി വാഴും. അപ്പം അതായത് ക്രിസ്തുവിനോട് സഹിക്കുന്നവർ ക്രിസ്തുവിനോട് കൂടെ നേടുമെന്നുള്ള ആ വചനത്തിനോട് ചേർന്ന ഇത് വരണത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ധ്യാനിക്കുന്ന വിഷയം എന്താണ്? ഞാൻ ആരെന്നാണ് ജനങ്ങൾ പറയുന്നത് എന്നുള്ള ചോദ്യമല്ലേ. അപ്പം ജനങ്ങൾ പറയുമ്പോഴും നമ്മൾക്ക് നമ്മളെ അനുഭവത്തിൽ ജനങ്ങൾ പലതും പറയും. ക്രിസ്തുവിനെ കുറിച്ചുള്ള എല്ലാ വിഡ്ഢിത്തരങ്ങളും ആയിരിക്കും അത്. മറിച്ച് നമ്മൾക്ക് അനുഭവവേദ്യമായ ഒരു ക്രിസ്തു, നമ്മുടെ ക്രിസ്തു, നിൻ്റെ സ്വന്തം ക്രിസ്തു. അതൊരു വീട്ടിൽ 5 പേരുണ്ടെങ്കിൽ 5 പേർക്ക് 5 ഡിഗ്രീസ് ഓഫ് പെർഫെക്ഷനിലാണ് ക്രിസ്തുവിനെ കിട്ടണമെന്നുണ്ടെങ്കിൽ നീ എപ്പോഴും കർത്താവിനോട് ആഭിമുഖ്യമുള്ള വ്യക്തി എന്ന നിലയിൽ ക്രിസ്തുവിനെക്കുറിച്ച് അറിവിൽ 1ാം സ്ഥാനത്ത് എത്താൻ നോക്കണം. കാര്യം അറിവിൽ വളരുക. 2:3-18 നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശുക്രിസ്തുവിന്റെ കൃപയിലും അറിവിലും വളരുവിൻ. അപ്പൊ ഈ 5 പേരുടെ വീട്ടിലുണ്ടെങ്കിലും ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവിൽ നീ കർത്താവിനോട് ആഭിമുഖ്യം ഉള്ള ആളെന്ന രീതിയിൽ അറിവിൽ വളരണമെന്നാണ് കർത്താവിന്റെ വചനം പറയുന്നത്. ഇന്നലെ കിട്ടിയ അറിവായിരിക്കത്തില്ല ഇന്ന് കിട്ടുന്ന അറിവ്. അപ്പൊ ഞാൻ ആരാണെന്നാ ജനങ്ങൾ പറയുന്നെന്ന് പറഞ്ഞില്ലേ, അത് മരണം വരെ ആ ചോദ്യത്തിന് നീ അനുഭവങ്ങളും അറിവിലും വളർന്നുകൊണ്ട് ഉത്തരം കൊടുക്കണം. അവൾ പറയണ, അന്ന് ഞാൻ കൈകൊണ്ട് എൻ്റെ അമ്മയുടെ ചില്ലത്തോട്ടിട്ട് എൻ്റെ കണ്ണീരിട്ട് ആ നിമിഷം അമ്മ എൻ്റെ അമ്മയെ സുഖപ്പെടുത്തിയിട്ട് ഇന്നും അമ്മയ്ക്കൊരു കുഴപ്പമില്ല. അപ്പം ഞാനെന്താ നിങ്ങളോട് പറഞ്ഞത്? എൻ്റെ ദൈവത്തിന് എന്തെല്ലാം വിഷയങ്ങളുണ്ടെങ്കിലും നിൻ്റെ ദൈവത്തിന് 1/2 സെക്കൻഡ് മതി നിന്നെ രക്ഷപ്പെടുത്താൻ. നീ നിൻ്റെ അവിശ്വാസം വെച്ചോണ്ട് ദൈവം ആദ്യം അടയാളം കാണിക്കട്ടെ, എന്നിട്ട് ഞാൻ ഉടുത്തിറങ്ങി ദൈവത്തിൻ്റെ വേറെ ചെയ്യാമെന്ന് പറഞ്ഞ് ദൈവത്തിനെ അളക്കരുത്. ദൈവത്തെ അളക്കാതെ ഇവിടെ എന്താ പറയുന്നത് അറിയാമോ? ഞാൻ അന്ന് മുതൽ ജപമാല ചെല്ലാൻ തുടങ്ങിയെന്ന് പറഞ്ഞു. ജപമാല ചെല്ലാൻ തുടങ്ങി. ഒരു ദിവസം 10 ജപമാല ചെല്ലി. ഒരു ദിവസം ഞാൻ അമ്മയെ കണ്ടപ്പോൾ അമ്മയോട് പറഞ്ഞു, അമ്മേ എൻ്റെ മൂത്ത മകൻ മരിച്ച കാര്യം നിന്നോട് പറഞ്ഞില്ലല്ലോ, എനിക്ക് സങ്കടമില്ലെന്ന് പറഞ്ഞു. അപ്പോൾ മൂത്ത മകൻ 3 മക്കളിൽ ഒരാൾ മരിച്ചായിരുന്നതിൻ്റെ ഇടയ്ക്ക്, അമ്മ എൻ്റെ മൂത്ത മകൻ മരിച്ച കാര്യം നിന്നോട് പറഞ്ഞില്ലല്ലോ, എനിക്കിപ്പോൾ സങ്കടമില്ല. എന്താണെന്നറിയാമോ? എനിക്ക് 3 മക്കളിലെ 2 മക്കൾ ഇപ്പോൾ എൻ്റെ കൂടെ ഉണ്ടല്ലോ, നിനക്ക് 1 മകനല്ലേ ഉണ്ടായുള്ളൂ, അവൻ മരിച്ചു പോയില്ലേ. അപ്പോൾ അവൾ മാതാവിൻ്റെ ദുഃഖത്തോടാണ് തൻ്റെ ദുഃഖത്തെ ടാലി ചെയ്യിക്കണത്. ഒരു വിഷയം, ഒരു വ്യക്തി എന്തുമാത്രം ജ്ഞാനം, ഇതാണ് ജ്ഞാനം എന്ന് പറയണത്.
Take the word Ephesians 1:17 ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. യേശുവേ നന്ദി മഹത്വം മഹത്വം മഹത്വം. എഫേസോസ് 1:17 എഫേസ്യസ് 1:17 നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും മഹത്വത്തിന്റെ പിതാവുമായവൻ ജ്ഞാനത്തിന്റെയും വെളിപാടിന്റെയും ആത്മാവിനെ നിങ്ങൾക്ക് പ്രദാനം ചെയ്തുകൊണ്ട് തന്നെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലേക്ക് നിങ്ങളെ നയിക്കട്ടെ. അവൾ ജ്ഞാനസായപ്പെട്ടിട്ടില്ല, പക്ഷെ അവൾക്ക് ജ്ഞാനത്തിന് വരം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ജ്ഞാനസായപ്പെട്ടിരിക്കുന്നത്? വിശ്വാസത്തെ ജ്ഞാനസായപ്പെട്ടിരിക്കുക. അറിവിനായി ജ്ഞാനസായം പലതരത്തിലുണ്ടേ. അച്ഛന്മാർ വന്ന് വെള്ളം കോരി തലവഴിക്കണം ഒരു നിർബന്ധമില്ല. യേശുക്രിസ്തു നീ സ്വീകരിച്ച് അവൻ നിൻ്റെ പാപത്തിന് പരിഹാരം ചെയ്തു എന്ന് നീ വിശ്വസിച്ച് കഴിഞ്ഞാൽ ഏത് സമയത്ത് നീ ജ്ഞാനസായം നീതിനെ നടത്തും. എന്താ കാര്യം എന്നറിയാമോ? ഞാൻ അക്രൈസ്തവ സഹോദരങ്ങളെക്കുറിച്ചാണ് പറയണത്. ഇവിടെ ആരെയും നമ്മൾ മതം മാറ്റുന്നില്ല, മതത്തിൻ്റെ ഭാഗമാക്കുന്നുമില്ല. പക്ഷേ ക്രിസ്തുവിനെ കൈമാറുമ്പോൾ ക്രിസ്തുവിനെ ജനം സ്വീകരിക്കുന്നുണ്ട്. അതെന്തുകൊണ്ടാണ്? അവരുടെ ജീവിത പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം, ഒരു ആശ്വാസം ക്രിസ്തുവിൽ അവർ സ്വന്തമായിട്ട് കണ്ടെത്തിയത് കൊണ്ടാണ്. ആരും കണ്ടെത്തി കൊടുത്തൊന്നുമല്ല. ഷെഹാഷൈദിനെ ആരും ക്രിസ്തുവിനെ കണ്ടെത്തി കൊടുത്തൊന്നുമല്ല. അവളുടെ അനുഭവങ്ങൾ, സങ്കടം വന്നപ്പോൾ എൻ്റെ ഭർത്താവ് ജയിലിലാണ്, എൻ്റെ അമ്മയ്ക്ക് ഭ്രാന്താണ്, എനിക്ക് ബ്ലീഡിങ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ, എൻ്റെ ഡ്രൈവർ വണ്ടി ഇടിച്ച് മരിച്ചെന്നൊക്കെ അമ്മയോട് പറയുമ്പോൾ അവർ ദൈവത്തോട് നേരിട്ട് സംസാരിക്കുന്നോ? അത് സത്യസന്ധമായ കാര്യമുണ്ട്. ദൈവം ആ വിഷയം നേരിട്ട് ടേക്കപ്പ് ചെയ്യുന്നോ? അതേസമയം തന്നെ ഇവിടെ എന്ത് സംഭവിക്കണത്? ഇത് തന്നെയാണ് എല്ലാവർക്കും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ അവരുടെ ജീവിതാനുഭവങ്ങളിൽ അവർക്കൊരു ഭാരം ഉണ്ടാകുമ്പോൾ അവരവരുടെ ദൈവത്തോട് അവർ നേരിട്ട് പറയുകയും ദൈവം അവരെ സന്ധിക്കുകയും ചെയ്യുന്നു. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. ഇത് കഴിഞ്ഞ് സ്നേഹയുടെ കാര്യം എന്നെക്കാട്ട് രസമാണ്. സ്നേഹയുടെ സാക്ഷ്യം ഞാൻ എന്താ എടുത്തെന്ന് അറിയുന്നത് വെച്ചാൽ സ്നേഹയുടെ സാക്ഷ്യത്തിൻ്റെ ആധ്യാത്മിക നിലവാരം കുറച്ച് കൂടുതലാണ്. ഇത് അമ്മ സുഖപ്പെട്ട് പിന്നെ അവർക്ക് ചെറിയ ജോലിയൊക്കെ ശരിയായി കുടുംബമൊക്കെ ഉന്തിക്കൊണ്ട് പോകാൻ പറ്റുന്ന പരുവത്തിലാകുമ്പോഴും ഈ ബ്ലീഡിങ് നിൽക്കണില്ല. ബ്ലീഡിംഗ് എന്ന് അറിയാമില്ല. ലേഡീസിന് ബ്ലീഡിങ്ങൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് നിലക്കാത്തൊരവസ്ഥ വന്നാൽ എന്ത് ചെയ്യും? ഉടമ്പടി ഒന്നെടുത്ത് അത് ഒന്ന് പുതുക്കിയിട്ടും ബ്ലീഡിങ് നിൽക്കണില്ല. രണ്ടാമത്തെ പുതുക്കലിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. 10 കൊന്ത വെച്ച് ഒരു ദിവസം ചെല്ലുന്നുണ്ട് ആൾ, പക്ഷേ ബ്ലീഡിങ്ങിനൊരു മാറ്റവും ഇല്ല. അപ്പോൾ അവൾ നേരിട്ട് ഈശോയോട് പറയും, ഈശോ ബ്ലീഡിങ്ങിനൊരു മാറ്റവും ഇല്ല, ഞാനിങ്ങനെ വല്ലാതെ പരവേശം കൊള്ളണം, എൻ്റെ ആയുസ്സും ഓജസ്സൊക്കെ പോണ്, എനിക്ക് ജോലി ബ്ലഡല്ല ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണത്, എനിക്ക് നല്ല നിൽക്കാൻ പറ്റണില്ല. അപ്പോൾ എന്നെക്കുറിച്ച് നിനക്ക് ഒരു പദ്ധതിയൊന്നും ഇല്ലേ? എൻ്റെ ബ്ലീഡിങ് മാറ്റാനൊന്നും പറ്റത്തില്ലേ? എനിക്കൊരു അടയാളം കാണിച്ചു തരാൻ പാടില്ലേ എന്ന് ഇവൾ നേരിട്ട് ചോദിക്കും ഈശോയോട്. കിടക്കാൻ നിർത്താൻ ചോദിക്കണം, എനിക്കൊരു അടയാളം കാണിച്ചു തരാൻ പറ്റണില്ലേ, എനിക്ക് സഹിക്കാൻ പറ്റണില്ലല്ലോ എന്ന് പറയുമ്പോൾ ഒരു വെളുപ്പിന് 3 മണിയാകുമ്പോൾ ഈശോ നേരിട്ട് വരും. എന്നിട്ട് സ്വപ്നത്തിൽ ഇവിടെ നേരെ ഇങ്ങനെ കൈ നീട്ടും എടുത്ത് കഴിക്കാൻ പറയും. നോക്കുമ്പോൾ കയ്യിലൊരു ടാബ്ലറ്റ്സ്, അതുടനെ എടുത്ത് സ്വപ്നത്തിൽ തന്നെ അവൾ കഴിക്കും, കർത്താവ് തന്നാണെന്ന്. അപ്പോൾ നിങ്ങൾക്കിത് സ്വപ്നമല്ലെന്ന്? സ്വപ്നമല്ല, അവളുടെ ബ്ലീഡിങ് അതുകൊണ്ട് അസ്തമിച്ചു. ഇതാണ് ജനങ്ങളുടെ കൃപാസന അനുഭവം എന്ന് പറയുമ്പോൾ മനസ്സിലായില്ലേ? ഇതിൻ്റെ കുറിച്ച് എന്താ പറയണത്? ഇതിനെക്കുറിച്ച് എന്താ പറയണത്? പൗലോസ് അപ്പോസ്തലൻ എന്ത് ചെയ്യും? ഈ ആദിമ സ്പിരിറ്റാണ് നമ്മൾ റീക്രിയേറ്റ് ചെയ്യാൻ പോണത്. എന്താ പറയണത്? 1:17 നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും മഹത്വത്തിന്റെ പിതാവുമായവൻ ജ്ഞാനത്തിന്റെയും വെളിപാടിന്റെയും ആത്മാവിനെ നിങ്ങൾക്ക് പ്രദാനം ചെയ്തുകൊണ്ട് തന്നെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലേക്ക് നിങ്ങളെ നയിക്കട്ടെ. വെളിപാടാണ് സംഭവം. സ്വപ്നം ഒരു വെളിപാടാണ്. ശരിക്കും എല്ലാവരും ഉടമ്പടി എടുത്ത് എല്ലാവരും തന്നെ പറയുന്നൊരു വെളിപാടിനെ കുറിച്ച്. എന്താ കാര്യം? വെളിപാടൊരു അവകാശമാണ്. നമ്മുടെ ആദിമ സഭയിലെ അനുദിന ഒരു മനുഷ്യൻ, ഒരു വ്യക്തി, ഒരു കുടുംബം അനുഭവിക്കുന്ന എല്ലാ സ്വകാര്യ സമ്മർദ്ദ സംഘർഷങ്ങൾക്കും ദൈവത്തിൻ്റെ സുവിശേഷത്തിൻ്റെ വഴിപാടുകളുണ്ട്. അതെന്താണ്? അത് വെളിപാടായിട്ട് ദൈവം തരും. ചിലപ്പോൾ ദർശനമാകാം, ചിലപ്പോൾ സ്വപ്നമാകാം. ഉടമ്പടി ഇതെല്ലാം ദൈവം നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നതാണ്. വാക്കിൻ്റെ ദാനമാണ് വാഗ്ദാനം. എല്ലാ വാക്കിലും ദൈവം ദാനം വെച്ചിട്ടുണ്ട്. ആ ദാനത്തെ നമ്മൾ പ്രാപിക്കുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമമാണ് അവൻ പറയണ പോലെ ചെയ്യുക. ചെയ്യുന്നവനായിട്ട് എങ്ങനെ ചെയ്യണം? അത് ഗലാത്യർ 5:6 വെച്ച് ചെയ്യണം. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന. ഗലാത്യ 5:6 എന്തെന്നാൽ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് പരിച്ഛേദനമോ അപരിച്ഛേദനമോ കാര്യമല്ല, സ്നേഹത്തിലൂടെ പ്രവർത്തന നിരതമായ വിശ്വാസമാണ് സുപ്രധാനം.
സുപ്രധാനം. വേറെ ഒന്നും സുപ്രധാനമല്ല. സഭ പലതും സുപ്രധാനമായിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ സുപ്രധാനം എന്താ? ബൈബിൾ എന്താ സുപ്രധാനം എന്ന് പറയണത്? സ്നേഹത്താൽ പറഞ്ഞ് സ്നേഹത്താൽ പ്രവർത്തനക്ഷമമായ വിശ്വാസം. വിശ്വാസമാണ്. പക്ഷെ അതെന്ത് ചെയ്യണം? പ്രവർത്തനക്ഷമമായിരിക്കണം. എങ്ങനെ പ്രവർത്തിക്കണം? അതെന്ത് ചെയ്യും? നമുക്ക് പ്രവർത്തിക്കണമെങ്കിൽ നമുക്ക് കറണ്ട് കൊണ്ട് പ്രവർത്തിക്കാം, അല്ലേ? കറണ്ട് കൊണ്ട് പ്രവർത്തിക്കാം, കാറ്റ് കൊണ്ട് പ്രവർത്തിക്കാം, വെള്ളം കൊണ്ട് പ്രവർത്തിക്കാം. എങ്ങനെ പ്രവർത്തിക്കണമെങ്കിൽ എന്ത് ഊർജ്ജം ഉപയോഗിക്കാം? ആറ്റോമിക് എനർജി കൊണ്ട് പ്രവർത്തിക്കാം. പക്ഷേ നമ്മൾ ബൈബിൾ പ്രവർത്തിക്കണത് എങ്ങനെയാണ്? സ്നേഹത്താലാണ് പ്രവർത്തിക്കണത്, ഇല്ലേ? സ്നേഹത്താൽ പ്രവർത്തനക്ഷമമായ വിശ്വാസമാണ് സുപ്രധാനം. സുപ്രധാനമാണ്. അതായത് അൾട്ടിമേറ്റ് പ്രയോറിറ്റിയാണ് കൊടുത്തിരിക്കുന്നത്. എന്തിനാണ്? സ്നേഹത്താൽ നീ പ്രവർത്തിക്കണമല്ല പ്രശ്നം. ഞാൻ ഇന്നലെ അരസത്തിനോട് രാത്രി ഇരുന്ന് സംസാരിക്കുന്നത്. എന്താ സംസാരിച്ചെന്നറിയോ? ഞങ്ങൾ ഇന്ന് ഭക്ഷണം കഴിഞ്ഞതിന് ശേഷം ഇരുന്ന് അന്ന് നമ്മുടെ അപ്പോച്ചൻ ഇല്ലായിരുന്നു. അപ്പോച്ചൻ പിതാവിനെ കാണാൻ പോയിരുന്നു. അപ്പോൾ ഞാൻ അലസത്തിന് കൂടി ഇരുന്നുകൊണ്ട് കർത്താവിനെ കുറിച്ച് സംസാരിക്കുകയും. അപ്പോൾ ഞാൻ അലസത്തിനോട് പറഞ്ഞു, അലസച്ച, അപ്പോൾ അച്ഛൻ വളരെ ശ്രദ്ധിച്ചും പ്രാർത്ഥനയോടെയാണ് ഇത് കേൾക്കണത്. അതായത് എൻ്റെ മനസ്സിലപ്പോൾ വന്നതാ. അതായത് ഈ യൂദാസിനെ സേവ് ചെയ്യാൻ വേണ്ടി കർത്താവ് അവസാനത്തെ കരുനീക്കലുണ്ട്. നമ്മുടെ കണ്ണ് നിറഞ്ഞു പോകും. ശരിക്കും പറഞ്ഞാൽ യൂദാസിനെ പരിക്കേൽപ്പിക്കാതെ അവനെ പറഞ്ഞു വിടണം. കാര്യം അവൻ്റെ തീരുമാനത്തിൽ നിന്ന് അവൻ മാറാൻ തയ്യാറല്ല. കർത്താവിനെ ഒറ്റിക്കൊടുക്കുക എന്നുള്ള തീരുമാനത്തിൽ നിന്ന് അവൻ മാറാൻ തയ്യാറല്ല. അപ്പോൾ ഒരു പാപം ചെയ്യുക എന്ന ഉദ്ദേശത്തിൽ നിന്ന്, കൊലപാതകം ചെയ്യുന്ന ഉദ്ദേശത്തിൽ നിന്ന് മാറാൻ അവൻ തയ്യാറല്ല. പക്ഷെ അവനെ വെച്ചുകൊണ്ട് അതുകൊണ്ട് കുർബാന സ്ഥാപിക്കാൻ ഈശോയ്ക്ക് പറ്റത്തുമില്ല. എങ്ങനെ അവനെ പറഞ്ഞു മാറ്റാനും പറ്റത്തില്ല. ഈശോ ഒരു ത്രിസംഗുവിലാവും ശരിക്കും പറഞ്ഞാൽ. അപ്പോഴെന്നിട്ട് എന്ത് ഈശോ ആദ്യം ചെയ്യണം എന്താണെന്ന് വെച്ചാൽ, ആദ്യമേ ഈശോ എല്ലാവരുടെയും കാലുകളെ കഴുകും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, താൻ ഇനി മുന്നോട്ട് വെക്കാൻ പോകുന്ന, മനുഷ്യരാശിയുടെ മുമ്പിൽ മുന്നോട്ട് വെക്കാൻ പോകുന്ന എക്കാലത്തെയും വലിയ ചാലഞ്ചാണ്. എന്താണ്? അതായത് ഈ കുരിശിലെ സ്നേഹം എന്നുള്ള ലാസ്റ്റ് പെഡഗോജിയാണ് പഠിപ്പിക്കാൻ പോണത്. അതിന് മുമ്പ് അതിൻ്റെ ഒരു സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്യണത് ഭയങ്കര മനോഹരമാണ്. ആദ്യം ഒരു പാത്രത്തിലെടുത്തിട്ട് ആദ്യം തന്നെ ദാസനാകും. ഇതൊക്കെ കണ്ടിട്ടാണ് സെൻറ്റ് പോൾ പിന്നീട് പറഞ്ഞത് അവൻ ദാസനായി മരണത്തോടും തന്നെ. അതൊക്കെ വായിക്കണം. ഓരോ വാക്കിലും നമ്മുടെ കണ്ണിൽ നിന്ന് ഇങ്ങനെ കുറുകൂടാ ചീറ്റിക്കൊണ്ടിരിക്കും. എന്താ കാര്യം വെച്ചാൽ ഇവൻ ആദ്യം ദാസനാകും. എല്ലാവർക്കും യജമാനാകാനാണല്ല മോഹം. ആ യജമാനമാകാൻ മോഹമാകാൻ ഉള്ളവർ ആദ്യകാലം മുതൽ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നതുകൊണ്ട് വഴി വെച്ച് പോലും ഇവന്മാർ വലിയ ആരാണെന്ന് തർക്കിച്ചു നടന്നതാണ്. ഇവരെ കൊണ്ട് സുവിശേഷം കൈമാറാൻ പറ്റത്തില്ലെന്ന് കർത്താവ് തിരിച്ചറിഞ്ഞപ്പോഴാണ് ഇവരെന്ത് ചെയ്ത് വേഷം മാറ്റി, മേലങ്കി മാറ്റി, അധികാരത്തിൻ്റെ മേലങ്കി, സ്ഥാനത്തിൻ്റെ മേലങ്കി മാറ്റിയിട്ട് അവൻ ഉടനെ ദാസനായി. എൻ്റെ ദൈവത്തിലെ ഉടമ്പടിയിൽ ഒത്തിരി ദാസ്യതയുടെ സംഭവമുണ്ട്. നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾക്ക് ക്ഷമിക്കാൻ, ഈ ജന്മത്തിൽ ക്ഷമിക്കാൻ പറ്റാത്ത ആൾക്കാരോട് ക്ഷമിക്കാൻ വേണ്ടി ദൈവം നിനക്കൊരു അവസരം തന്നാൽ നീ സെഞ്ചുറി അടിച്ചിരിക്കും. എന്താ കാര്യം എന്നറിയാവോ? ദൈവം നിന്നെ അനുഗ്രഹിക്കാനും ഉയർത്താനും വേണ്ടിയുള്ള ദൈവത്തിൻ്റെ കരുതലാണതെങ്കിൽ ആ ദൈവത്തിന് നിന്നോടുള്ള അദമ്യമായ സ്നേഹമാണ്. ശ്രദ്ധിക്കട്ടെ. അപ്പോൾ ഇത്രയും കാല ഗുരു തന്നെ ദാസന്റെ വേഷം എടുത്തിട്ട് ശിഷ്യന്മാരുടെ കാല് തന്നെ ഒറ്റിക്കൊടുക്കാനിരിക്കുന്നവൻ്റെ പോലും കാല് കഴുകിയിട്ട് പോലും അവൻ്റെ തീരുമാനത്തിന് അവൻ മാറണില്ല. അവനങ്ങനെ കടിച്ചു പിടിച്ചിരിക്കുക. എന്തൊരു ജന്മം ഇത്! ഉടനെ ഈ കർത്താവ് ഇരുന്ന് അവൻ പഴയ ചക്കച്ചക്ക് ഉടുപ്പൊക്കെ ഇട്ടിട്ട് അവൻ ഇരുന്ന് വെച്ചും പറയും, നിങ്ങളെ കാലുകൾ ഞാൻ കഴുകി, നിങ്ങളെല്ലാവരും ശുദ്ധി ഉള്ളവരാണ് എന്ന് പറഞ്ഞിട്ട് പിന്നെ ഈശോ നിർത്തും. എങ്കിലും ഒരാളല്ലെന്ന് പറയും. ഒരാളല്ലെന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോഴെങ്കിലും യൂദാസ് ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോകണം. ഒരാളല്ല എന്ന് പറയും. ഒരാളല്ലെന്ന് പറയുമ്പോൾ ഉടനെ അവർ ചോദിക്കും, നിങ്ങൾ ഒരുവൻ എന്നെ ഒറ്റിക്കൊടുക്കുമെന്ന് പറയും. ഉടനെ ഈശോ പറയും, അത് അപ്പോസ്തലന്മാർ ചോദിക്കും, അത് ഞാനാണോ എന്നൊക്കെ ഇവർ ചോദിക്കും. അങ്ങനെ ചോദിച്ചാലും യൂദാസും കയറി ചോദിക്കാൻ ഇടക്ക് അത് ഞാനാണോ എന്ന് ചോദിക്കും. അപ്പോഴും കുർബാന ഇവൻ നിർബന്ധപൂർവ്വം സഭയിൽ നിൽക്കണം, കുർബാന അർപ്പിക്കണമെന്ന് പറഞ്ഞ് അവന് കർത്താവിനെ കൊല്ലുകയും ചെയ്യണം, കുർബാന അർപ്പിക്കുകയും ചെയ്യണം. അതാണ് എൻ്റെ പ്രശ്നം. പോകുന്നില്ല. അപ്പോഴങ്ങനെ പോകാതിരുന്നപ്പോൾ പിന്നെ അതേസമയം തന്നെ അവന് ഒരു മണ്ണ് പോലും കിള്ളിയിടാൻ ഈശോ തയ്യാറുമല്ല. അതാണ് എൻ്റെ രസം. അത് നിങ്ങളത് ആ ഒരു ഭാഗം കാണുമ്പോൾ ഒരു ക്രിസ്ത്യൻ ആകണത് എന്തുമാത്രം ഈ ഭൂമി നോബിളാണെന്നൊക്കെ മനസ്സിലാവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അർത്ഥം വെച്ച് കഴിഞ്ഞാൽ ഈ കർത്താവിനെയാണ് നമ്മളെ അതിൻ്റെ കോപ്പി എടുക്കണം ജീവിതത്തിലേക്ക്. എന്താ കോപ്പി എടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇവൻ പോകാതിരിക്കുമ്പോൾ ഈശോ പറയും, നിങ്ങളൊരു എന്നെ ഒറ്റിക്കൊടുക്കും. ആ ശരി എന്ന് പറയും. എന്നാലും അവൻ പോകത്തില്ല. അപ്പം പിന്നെ ഈശോ പറയും, ഒരപ്പം മുക്കി വീഞ്ഞിൽ മുക്കിയിട്ട് അവനെ കൊടുത്തിട്ട് പറയും, നീ ചെയ്യാനുള്ളത്
വേഗം ചെയ്യാൻ പറയും. അപ്പോൾ ചെയ്യാൻ പറയുമ്പോൾ എന്താ ചെയ്യണം? ശരിക്കും പറഞ്ഞാൽ ഇവൻ ചെയ്യാൻ പോണത് എന്താണെന്ന് ഈശോയ്ക്കറിയാം, ഇവൻ ചെയ്യാൻ പോണത് എന്താണെന്ന് അവനും അറിയാം. പക്ഷെ അവൻ ചെയ്യാൻ പോണത് എന്താണെന്ന് പത്രോസ് അറിഞ്ഞാൽ അപ്പം പെടകിട്ട് അവനെ വിട്ടിരിക്കും. പത്രോസ് ഇവനെ നോട്ട വിടാതിരിക്കാൻ വേണ്ടിയാണ് ഇവനെ സേവ് ചെയ്യണ രീതിയുണ്ട്. എന്താ കാര്യം? നിങ്ങൾ നോക്കിയേ. എന്നിട്ട് അപ്പോസ്തലന്മാർ തെറ്റിദ്ധരിക്കും. എന്താണ്? തിരുനാളിന് ആവശ്യമായ എന്തോ വാങ്ങാൻ വേണ്ടിയാണ് പറഞ്ഞേക്കണമെന്ന്. അപ്പോൾ പ്രശ്നമില്ല, യൂദാസ് പ്രതിയല്ല. അവിടെ ആ കഥയിൽ യൂദാസ് പ്രതിയല്ല. അവർ മനസ്സിലാക്കിയതിൻ്റെ ഇടയിൽ യൂദാസ് പ്രതിയല്ല. എന്താണ്? തിരുനാളിന് ആവശ്യമായത് എന്തോ വാങ്ങാൻ വേണ്ടി അവനെ പറഞ്ഞു വിട്ടതാണെന്ന് പറയുമ്പോൾ അവൻ പുറത്തേക്ക് പോയപ്പോൾ തന്നെ. പക്ഷേ പോയതെന്താ കാര്യം? പത്രോസും മറ്റു ശിഷ്യന്മാരും അവനെ ഉപദ്രവിക്കാതിരിക്കാൻ വേണ്ടി ഈശോ അവനെ സേവ് ചെയ്യുകയാണ്. കണ്ടില്ലേ? എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പ്രശ്നം വെച്ചാൽ ഇര വേട്ടക്കാരനെ സേവ് ചെയ്യുന്നു. ഇരയാണ്, ഒരു പ്രേയാണ് പ്രെഡേറ്ററിനെ സേവ് ചെയ്യണത്. ഇതാണ് ഈ ഇരിക്കണ ആള് ഒരു ആരാധന കൊടുക്കാൻ എന്ന് യോഗ്യനാവനാണ്. ശ്രുതികട ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഈ സ്നേഹം. നമ്മുടെ സബ്ജക്റ്റ് എന്താണ്? സ്നേഹത്താൽ ഉടമ്പടിയുടെ പ്രവർത്തനം എന്താണ്? 5 ഗലാത്യർ 5:6 എന്താണ്? സ്നേഹത്താൽ പറഞ്ഞ് പ്രവർത്തനക്ഷമമായ വിശ്വാസം. അതാണ് ഈശോ അപ്പം മുക്കി അവൻ അവിടെ നിന്ന് സേവ് ചെയ്തത്. സ്നേഹത്താൽ പ്രവർത്തനക്ഷമമായ വിശ്വാസം. തൻ്റെ ലൈഫ് തെറ്റാണെന്ന് കാണുമ്പോഴും ആ ലൈഫ് തെറ്റായിരിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ലൈഫ് സേവ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്നേഹമെന്ന് പറഞ്ഞാൽ അത് ക്രിസ്തുവിൻ്റെത് മാത്രമാണ്. നിങ്ങൾ ഓർക്കണം, ഒരു മതമെന്ന് പറയുമ്പോൾ ഇതാണ് മതം. നമ്മൾ ലോകത്തിൽ പല മതങ്ങളെക്കുറിച്ച് കേൾക്കുമ്പോൾ പേടിയാണ് നമുക്ക് വരണത്. പക്ഷേ പേടിക്കാതെ സ്നേഹത്തോടെയും നിന്നെ സ്നേഹത്തിൻ്റെ വക്തമാക്കിക്കൊണ്ട് സഹോദരൻ്റെ ജീവനെ സംരക്ഷിക്കാൻ വേണ്ടി നിലനിർത്തുന്നുണ്ടെങ്കിൽ അതാണ് ദൈവം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്വന്തം ജീവന് തന്നെയും ഭീഷണിയായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ആ ശത്രുവിനെ പോലും സേവ് ചെയ്യാൻ വേണ്ടിയുള്ളൊരു സ്നേഹം, ക്രിസ്തുവിൻ്റെ സ്നേഹം നീ ആർജിച്ചെടുത്തു കഴിഞ്ഞാൽ നിനക്ക് എല്ലാ സാഹചര്യങ്ങളും അതിജീവിക്കാൻ കഴിയുമെന്നാണ് സുവിശേഷം നമ്മളോട് പറയണത്. ഒരു കയ്യടി കൊടുക്കട്ടെ സുവിശേഷത്തിന്. പരമദിവ്യകാരുണ്യത്തിന് ചിലപ്പോൾ ഇങ്ങനെ ഒരു വേർതിരിവൊക്കെ ഉണ്ടാകും. എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടിയിലുള്ളതാണ് ഇതുപോലെ ദൈവവചനം അനുസരിച്ച് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ കുടുംബത്തിലോ സമൂഹത്തിലോ ഒക്കെ നമുക്കൊരു വേർതിരിവ് വരും. അതൊരു മധുരതരമായ മുറിവായിട്ട് നിങ്ങൾ എടുക്കണം. മധുരതരമായ മുറിവെന്നല്ല, അത് ഗർഭിണികളുടെ പ്രസവ വേദന എന്ന് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞായിരുന്നു. അത് ഗർഭിണികളുടെ പ്രസവ വേദനയ്ക്കൊരു മധുരമില്ലേ, അതുതന്നെയായിരിക്കും വചനം നമ്മൾ അവൻ പറയണ പോലെ ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന കഷ്ടനഷ്ടങ്ങൾക്ക് ഗർഭിണികളുടെ പ്രസവ വേദന പോലെ ആയിരിക്കും. എന്ന് വെച്ചാൽ നമുക്ക് കഷ്ടനഷ്ടങ്ങളൊക്കെ ഉണ്ടാകും, പക്ഷെ നമുക്ക് ക്രിസ്തു നമ്മളെ ജനിക്കുന്നതിൻ്റെ ഒരു സന്തോഷം നമ്മളിൽ രൂപപ്പെട്ടു വരും. ഉടമ്പടിയിലെ അൾട്ടിമേറ്റ് എയിം ക്രിസ്തു നമ്മൾ ജനിക്കുക എന്നുള്ളതാണ്. ശ്രുതികട ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവിൻ്റെ വലിയ മഹത്വം വിളങ്ങി നിൽക്കുന്ന ഈ സഭാസമൂഹത്തിൽ കർത്താവിൻ്റെ തിരുമുറിവാർന്ന വലതുകരം നീട്ടി നിന്റെ കണ്ണുനീര് തുടക്കുന്ന ദൈവിക നിമിഷങ്ങളാണ്. കർത്താവിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുവാനും നിന്നെ മഹത്വപ്പെടുത്തുവാനും ഞങ്ങളെ നിന്റെ തിരുസക്രാരിയുടെ മുമ്പിലെ ഒരുമിച്ച് കൂട്ടിയതിന് നന്ദി പറയുന്നു. ഇപ്പോൾ ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നവരെയും ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഇവിടെ പ്രാർത്ഥിക്കുന്ന ഓരോ മകനും കർത്താവെ മകളെയും കർത്താവ് നീ സ്പർശിക്കണമേ. കർത്താവിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ നീ മഹത്വപ്പെടുത്തണമേ. കർത്താവിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ നീ മഹത്വപ്പെടുത്തണമേ. കർത്താവെ സഭയിലുള്ള സാന്നിധ്യം നീ പ്രകടമാക്കണമേ. കർത്താവെ സഭയിലുള്ള സാന്നിധ്യം നീ ഇപ്പോൾ പ്രകടമാക്കണമേ. കർത്താവെ സഭയിലുള്ള സാന്നിധ്യം നീ ഇപ്പോൾ പ്രകടമാക്കണമേ. കർത്താവിൻ്റെ തിരുമുറിവാർന്ന വലതുകരം മക്കളുടെ ശിരസിൽ വെക്കണമേ. കർത്താവിൻ്റെ തിരുമുറിവാർന്ന വലതുകരം അങ്ങനെ മക്കളുടെ ശിരസിൽ വെക്കണമേ. കർത്താവിൻ്റെ തിരുമുറിവാർന്ന വലതുകരം അങ്ങനെ മക്കളുടെ ശിരസിൽ വെക്കണമേ. അടിപ്പഴ പോലെ കർത്താവ്, അടിപ്പഴ പോലെ കർത്താവ്, അടിപ്പഴ പോലെ വൈദാഘാതം പോലെ കർത്താവ്, വൈദാഘാതം പോലെ ദൈവികമായ ശക്തി,
ദൈവികമായ ശക്തി ഓരോ മകളിലേക്കും നിറയട്ടെ. ദൈവികമായ ശക്തി ഓരോ മകളിലേക്കും നിറയട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ അപ്പാ, സ്വർഗീയപ്പാ, സ്വർഗീയപ്പാ, ദേവിതാവേ, അങ്ങേപുത്രനായ യേശുക്രിസ്തുവിന്റെ നാമത്തില് അപ്പാ, അങ്ങേപുത്രനായ യേശുക്രിസ്തുവിന്റെ നാമത്തില് അടയാളങ്ങൾ സംഭവിക്കട്ടെ. അപ്പാ, അപ്പാ, അങ്ങേപുത്രനായ യേശുക്രിസ്തുവിന്റെ നാമത്തില് അടയാളങ്ങൾ സംഭവിക്കട്ടെ. അടയാളങ്ങൾ സംഭവിക്കട്ടെ. യേശുവിന്റെ ഉന്നതമായ നാമത്തില് ഉച്ച മുതല് ഉള്ളംകാൽ വരെ, യേശുവിന്റെ ഉന്നതമായ നാമത്തില് ഉച്ച മുതല് ഉള്ളംകാൽ വരെ, യേശുവിന്റെ ഉന്നതമായ നാമത്തില് മാരക രോഗങ്ങള്, തീരാവേദികള് യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. അപ്പാ, എല്ലാ മക്കളും ശ്രദ്ധിക്കണമേ. വീടില്ലാത്തവര്, ജോലിയില്ലാത്തവര്, സമാധാനം ഇല്ലാത്തവര്, വെറുതിരിഞ്ഞു പോയവര്, മക്കളില്ലാത്തവര്, വിവാഹമൊത്തു വരാത്തവര്, സാമ്പത്തിക തകർച്ചയുള്ളവര്, വീട് നഷ്ടപ്പെട്ടവര്, ഇറങ്ങേണ്ടി വരുന്നവര്, കർത്താവേ, ജീവിതം എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാത്ത വിഷയത്തില് കേസ് അകപ്പെട്ടിരിക്കുന്നവരെ എല്ലാവരും സ്പർശിക്കണപ്പാ, എല്ലാവരും സ്പർശിക്കണപ്പാ. മഴ പോലെ, ഇടിനാളം പോലെ, അടിപ്പഴ പോലെ, വൈദ്യാഘാതം പോലെ ദൈവികമായ ശക്തി 38 വർഷം അർപ്പത്തക്കുമാണ് യോഗ്യതയാൽ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മധ്യത്വത്തിൽ നടന്ന 10,000 ആരാധന ശക്തിയാൽ മാർഗ രോഗങ്ങള്, തിരവേദികള്, ജീവ ദുരിതങ്ങള് യേശുവിന്റെ നാമത്തില് മാറിപ്പോകട്ടെ. ദൈവത്തിനെ തൊടയുടെ ഉള്ളിൽ മുഴച്ചു വരുന്ന അവസ്ഥകള് ക്യാൻസർ പോലെ കർത്താവ് സ്പർശിക്കുന്ന ഈ സമയം സ്പർശിക്കുന്ന രോഗങ്ങളാണ്. ജനിതകമായ തടസ്സങ്ങളുള്ളവരെ കർത്താവ് സ്പർശിക്കുന്നുണ്ട്. എല്ലാ വിഷയവും ഭൗതികമാകാം, ശാരീരികമാകാം, എല്ലാ വിഷയവും ഉച്ചയിട പോലെ, ആമയേണ പോലെ വളരെ സ്ലോ ആയി പോവുകയും സമയത്ത് വേണ്ട കാര്യം വേണ്ട സമയത്ത് വേണ്ട പോലെ നടക്കാതിരിക്കുകയും ചെയ്യുന്നവർ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നവരുടെ കണ്ണുനീര് കർത്താവ് ഏറ്റെടുക്കുന്നുണ്ട്. ശ്രദ്ധിക്കട്ടെ. ആറ് എന്ന ഒരു നമ്പർ ഈശോ കാണിക്കുന്നുണ്ട്. നമ്മുടെ ഉടമ്പടിയുടെ നമ്പർ 6 പക്ഷെ അതല്ല. 6 എന്ന പേരിൽ ഡേറ്റ് ഇട്ടിട്ടുള്ളവർ, അല്ലെങ്കിൽ അതിന് തീയതിയോ, അല്ലെങ്കിൽ എന്തുവാ 6 എന്ന വിഷയമായിട്ട് ബന്ധപ്പെട്ട എല്ലാ വിഷയത്തിനു മേലും കർത്താവിൻ്റെ ആശീർവാദമുള്ളൊരു സമയമാണിത്. അതിൻ്റെ അടയാളം കാണിക്കാൻ നമുക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൽ എല്ലാ ജോലി മേഖലയുണ്ട്, വീട്ടിൽ തന്നെ വരുമാനം കണ്ടെത്തുന്ന മേഖലയുണ്ട്, കേസിൻ്റെ വിഷയങ്ങളുണ്ട്. ആ മേഖലയെല്ലാം കർത്താവ് നിങ്ങൾക്ക് ഈ ദിവസങ്ങളിൽ ആരോ ചേർത്തുള്ള മഴവിൽ ചേർത്തുള്ള അടയാളം കാണിച്ചുകൊണ്ട് കർത്താവ് നിങ്ങൾക്ക് ആ വിഷയത്തെ വെളിപ്പെടുത്തുമെന്ന് സൂചനയുണ്ട്. ഇടിമുഴക്കം പോലെ ശ്രുതിക്കട്ടെ. സ്രാവരോഗങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി അടിപറ്റി കൈവച്ച് പ്രാർത്ഥിക്കാവുന്നതാണ്. സ്രാവരോഗങ്ങൾ എന്ന് പറയുമ്പോൾ ഇവിടെ കാണുന്ന കാര്യങ്ങൾ അറിയാതെ മസിൽ വിലക്ഷമായതുകൊണ്ട് തന്നെ മലമൂത്രങ്ങൾ കാലിൽ ഒഴുകിപ്പോകുന്ന ഒരു പയ്യൻസിനെ കാണിക്കണത്, അല്ല പ്രായമുള്ള ആളല്ല. അപ്പം അങ്ങനെയുള്ളൊരു മകനെ കർത്താവ് സ്പർശിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എപ്പോഴും ഇങ്ങനെ പ്രാണികളുടെ ശല്യം, ശരീരം മുഴുവൻ തിണർത്ത് കിടക്കുക, ചൊറിച്ചിലുണ്ട്, ചൊറിച്ചിലില്ല, തടിപ്പ് ആണ്, തിണർപ്പുമുണ്ട്. അങ്ങനെ ശരീരമാസകരം പലതരത്തിലുള്ള കുറിയും പാടുകളുള്ള വ്യക്തികളെ കർത്താവ് അവരെല്ലാം നിന്റെ വിശുദ്ധമായ രക്തത്താൽ നീ ഇപ്പം കഴുകണമേ, ആണിപ്പെടുത്താൻ അത്ഭുത കർത്താവ് സ്പർശിക്കണമേ. ശ്രദ്ധിക്കട്ടെ. മുറിച്ച തേങ്ങയില്, അതായത് ദൈവത്തിന് നിരക്കാത്ത ക്രിയകൾ ചെയ്ത് സഹോദരനെയും മറ്റുള്ള ഉപദ്രവിക്കാൻ ശ്രമിച്ചിട്ടുള്ളവരെ അനുദപിച്ചുകൊണ്ട് പരിഹാരം ചെയ്യാൻ ഈശോ ആവശ്യപ്പെടുന്നുണ്ട്. ചുണ്ട് തടിച്ചു വരുന്നവർ, വല്ലാത്ത രീതിയിൽ ചുണ്ട് തടിച്ചു വരുന്നവർ, അതൊരു അലർജി രോഗമോ വേറെ എന്തോ ഒരു ക്യാൻസർ പോലെ രോഗങ്ങളാണ്. കർത്താവ് സൗഖ്യപ്പെടുന്ന സന്ദേശമുണ്ട്. ഷുഗർ രോഗികൾ, പ്രഷർ രോഗികൾ, ശ്വാസകോശ രോഗികൾ, നിർത്താത്ത തലവേദനയുള്ളവർ അത് ആ സ്ഥലങ്ങളിൽ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. വിവാഹം ഒത്തു വരാത്തവരെ, മക്കളില്ലാത്തവർ, ജോലി ഇല്ലാത്തവർ, വീടില്ലാത്തവർ, സ്ഥലമില്ലാത്തവർ, ജെട്ടു നടപടി നേരിടുന്നവർ, വിദേശത്ത് സാമ്പത്തിക പ്രശ്നമുള്ളവർ, സ്വദേശത്ത് ജോലിയില്ലാതെ വിഷമിക്കുന്നവർ, സാമ്പത്തിക കടങ്ങളിൽ വിഷമിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. ശരീരത്തിലും തലയിൽ നിന്ന് നീരിറങ്ങിയിട്ട് കഴുത്തിന് കിടക്കുന്ന, ഒരിക്കലും വിട്ടുമാറാതെ കിടക്കുകയും അത് പിന്നെ വലിയ രോഗങ്ങളായിട്ട് മാറുകയും ചെയ്യുന്ന കർത്താവ് സുഖപ്പെടുന്നുണ്ട്.
കടൽ മത്സ്യങ്ങളെ ഇടയ്ക്കിടയ്ക്ക് കാണിക്കുന്നുണ്ട്, മെസ്സേജ് വ്യക്തമല്ല. അതുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തികൾ ആ വിഷയത്തിൽ വിശദീകരിച്ച് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുന്നു. മുട്ടനിക്കടെ വലത് കണ്ണ് കരുപ്പുള്ളവരും കണ്ണിന് കാഴ്ചക്കുറവരും ആ കണ്ണ് തൊട്ട് സ്പർശിച്ച് പ്രാർത്ഥിക്കണം. വലത് കണ്ണ് കർത്താവ് കാണിച്ചെന്ന സ്ഥിതിക്ക് ഇടത് കണ്ണിലും കാഴ്ച വിഷമുള്ളവരുണ്ടാകും, ചെവിക്ക് കേൾവിക്കുറവുള്ളവരുണ്ടാകും, തൊണ്ടയിൽ ടോൺസൈറ്റ് തൈറോയിഡ് ഉള്ളവരുണ്ടാകും, പെൻകഴുത്തിന് സ്പൊണ്ടിലോസിസ് ഉള്ളവരുണ്ടാകും. എല്ലാം ആ സ്ഥലങ്ങളിൽ തൊട്ടുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. എവിടെയെല്ലാം രോഗങ്ങളുണ്ട് അവിടെയെല്ലാം കൈവച്ച് ഓൺലൈനിലുള്ളവരും പ്രാർത്ഥിക്കട്ടെ, ഇവിടെയുള്ളവരും പ്രാർത്ഥിക്കട്ടെ, സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ. യേശുവേ രോഗസൗഖ്യ സന്ദേശങ്ങൾക്ക് നന്ദി പറയുന്നു. ഞങ്ങളുടെ ഇടയിലുള്ള ഞങ്ങളുടെ ജീവിക്കുന്ന സാന്നിധ്യത്തിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ. നിങ്ങൾ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുക. അതുപോലെ തന്നെ വെളിപാടിന് വേണ്ടിയും ദർശനങ്ങൾക്ക് വേണ്ടിയും സ്വന്തമായിട്ട് പ്രാർത്ഥിക്കുകയും ദൈവസ്നേഹത്തിൽ നിറഞ്ഞുകൊണ്ട് സ്നേഹത്താൽ നിർഭരമായ സ്നേഹത്താൽ പ്രവർത്തന നിരതമായ വിശ്വാസത്താൽ സുവിശേഷ സാക്ഷികളാകാൻ വേണ്ടി ഉടമ്പെടുത്തവരാണെന്നുള്ള ഒരു വേർതിരിവ് നിങ്ങൾക്കുണ്ടാവണം എന്നാണ് ഇന്ന് ഈശോ പറഞ്ഞതിൻ്റെ ചുരുക്കം. സമാപന ആശീർവാദത്തിൻ്റെ സമയമാണ്. ഒരിക്കൽ കൂടി മരിയൻ ഉടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും നമ്മുടെ ജീവിതത്തെ ഇപ്പം നൊമ്പരപ്പെടുത്തുന്ന എല്ലാ ദുരന്ത മുഖങ്ങളെയും സാഹചര്യങ്ങളെയും ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിലെ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നിങ്ങൾക്ക് മുമ്പേ ഒരു ദൂതനെ ഞാൻ അയക്കും, നിശ്ചയിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് നിങ്ങളെ തിരികെ കൊണ്ടുവരുമെന്ന തിരുവചനത്തിലൂടെ ഞങ്ങൾക്ക് നൽകിയ വാഗ്ദാനത്തെ ഇപ്പോൾ അനുസ്മരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഞങ്ങൾക്ക് വേണ്ടി നീ ഒരുക്കി വച്ചിരിക്കുന്ന ദൈവിക പദ്ധതികൾ എത്രയും വേഗം മരിയൻ ഉടമ്പടിയിൽ വെളിപ്പെട്ട് കിട്ടിക്കൊണ്ട് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളാക്കി ഞങ്ങളെയും അൾത്താരയിൽ ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം.